ഇളമേ, എന്ത് കോല അത്? എന്താ ഇളമേ, ഇതെന്ത് ഡ്രസ്സിംഗ് ആണ്? എന്താ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത്? ഉണ്ണി എങ്ങനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇളയമേ. ഇവൻ നിലവിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, എന്തിനാ ഇങ്ങനെയുള്ള വേഷക്കെട്ടൊക്കെ? ജോലിക്ക് വേണ്ടിയാണ് അബി. ജോലിയോ? എന്ത് ജോലി ഇളമേ? ജോലിക്ക് ആള് ആവശ്യമുണ്ടെന്ന് ഒരു പരസ്യം കണ്ടു. ആ ജോലിക്ക് ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. ജോലി കിട്ടിയാ ഇങ്ങനെയൊക്കെ പോണോ? സാരി എടുത്തോണ്ട് പോവാലോ. ഇങ്ങനെ പോയാലല്ലേ നന്നായിരിക്കൂ. മോഡേൺ ആയിട്ട് തോന്നും, കംഫർട്ട് ആയിട്ടും ഇരിക്കും. അല്ല, ഇളയമ ഇപ്പൊ ജോലിക്ക് പോകേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരാള് സമ്പാദിച്ചു കൊണ്ടുവരുന്നതില് ഇത്രയും ആൾക്കാർ ആഹാരം കഴിക്കണ്ടേ? അതുകൊണ്ടാ ഞാനും ജോലിക്ക് പോയി ഒരുപാട് പണം സമ്പാദിച്ച് നിങ്ങളെയൊക്കെ സഹായിക്കാന്ന് വെച്ചത്. ഈ പ്രായത്തിൽ ഇളയമ്മ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതിനെനിക്ക് എന്ത് വയസ്സായിന്നാ പറയുന്നേ? നിങ്ങളെക്കാൾ കുറച്ച് പ്രായ കൂടുതൽ, അത്രയല്ലേ ഉള്ളൂ. നിന്നാ കാലുവേദന, ഇരുന്നാ നടുവേദന. എന്തിനാ ഇളയമ ഈ തലവേദനയൊക്കെ? എനിക്കൊരു വേദനയില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഈ ഡ്രസ്സില് ഞാൻ വളരെ സുന്ദരിയുമാണ്. എനിക്ക് സ്വപ്നങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങളെടുത്ത് കൈ നീട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ജോലിക്ക് പോകാന്ന് വിചാരിച്ചത്. ഇളയമയ്ക്കിപ്പോ അതിന് മാത്രം ചെലവെന്താ ഉള്ളത്? ഒരുപാടുണ്ട് അബി. പുറത്തു പറയാൻ പറ്റാത്തത്ര കഷ്ടപ്പാടും ചെലവുകളും ആവശ്യങ്ങളും ഉണ്ട്. അതെന്താണെന്ന് ഞങ്ങളോട് പറയളേമ്മേ. പറയാൻ പറ്റാത്തത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞങ്ങളോടും പറയാൻ പറ്റില്ലേ? ആരോട് എനിക്ക് പറയാൻ പറ്റില്ല. ഇളയമയ്ക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നടക്കില്ല അബി. കഷ്ടപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇന്റർവ്യൂവിന് സമയമാവുന്നു. ഞാൻ പോയിട്ട് വരാം. സൂക്ഷിക്കണേ അമ്മമ്മേ, വഴിയില് തെരുവ് നായ്ക്കളുണ്ടാവും. ഇടാ ഉണ്ണി, അമ്മമ്മയുടെ നല്ലതിനാ ഞാൻ പറഞ്ഞത്. ആ നായെന്ന് കടിക്കാതെ നോക്കിക്കോ. ഞാൻ സിംഗപ്പെണ്ണാടാ. എന്നെ ഒരു നായ്ക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. വസുന്ധര, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരെ. ശരി. ഇനി എന്തായാലും ശരി, ഈ കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടിയേ പറ്റൂ കാർത്തിക. അതെ അഖിൽ, രണ്ടുപേർക്കും ജോലി കിട്ടുകയാണെങ്കിൽ ആ ടോർച്ചർ ഹൗസിൽ നിന്ന് പുറത്തു വന്ന് നമുക്കൊരു ഹാപ്പി ഹൗസിലേക്ക് പോകാം. വാ വാ, അകത്തേക്ക് പോകാം. ആദ്യം ആ താലിമല മറച്ചു പിടിക്കടി. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നവരെ നീ ആരോ ഞാനാരോ. ഓക്കെ ഓക്കെ. ഇതിപ്പോ കുറെ പേരുണ്ടല്ലോ. എനിക്ക് ജോലി കിട്ടുമോ എന്തോ. ഇതെന്താ ഇത്രയും പേര് ഇരിക്കുന്നത്? എനിക്ക് ജോലി കിട്ടുമോ എന്തോ. സൈലൻസ്, എല്ലാരും സൈലന്റ് ആയിട്ടിരുന്നേ. സാറ് വരുന്നുണ്ട്. നിങ്ങളുടെ ചെയർമാനാണോ? ചെയർമാന്റെ അളിയൻ വരുന്നുണ്ട്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഒരുപാട് പൈങ്കിളികളൊക്കെ വന്നിട്ടുണ്ടല്ലോ.
ഇതിലൊരാളെ എന്റെ വീട്ടിലെ പൈങ്കിളിയാക്കി മാറ്റണം. കല്യാണമാകാത്തവർക്ക് ജോബ് ഓഫർ എന്ന് പറഞ്ഞതേ അതിനു വേണ്ടിയാ. എന്റെ ഗേൾഫ്രണ്ട് ആവാനുള്ള ഭാഗ്യം ഇവരിൽ ആർക്കാണോ ആവോ. ഏതായി ആന്റി? പഴയ സിനിമ ഹീറോയിൻ പോലെ ഉണ്ടല്ലോ. ഇല്ല ബ്രോ, ലേറ്റ് ആയിട്ട് എൻട്രി ചെയ്ത മോഡലിനെ പോലെ ഉണ്ട്. ഇവരിതെന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ആ ആന്റി കണ്ടില്ലേ, ഈ പ്രായത്തിൽ നമുക്കൊരു ഭീഷണിയായിട്ട് വന്ന് നിൽക്കുക. പാവം, അവർക്ക് ഇതുവരെ കല്യാണം ആയില്ലെന്ന് തോന്നുന്നു. സോ സാഡ്. ആന്റി എന്തിനാ ഇവിടെ വന്നത്? ഇതെന്ത് കോലോ? ഇങ്ങോട്ട് വന്നേ. എന്താടാ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങള് ജോബിന് വേണ്ടി വന്നതാ. ഞാനും അതിന് തന്നെ വന്നത്. നിങ്ങൾക്ക് എന്തിനാ ജോബൊക്കെ? നിങ്ങൾക്ക് എന്തിനാ ജോലി? എനിക്കും അതുപോലെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ചെലവുകളുണ്ട്. ആന്റിക്ക് എന്താ ഉള്ളത്? ആ പറയാം, എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ കാശ് തരുമല്ലോ. എനിക്കൊരു വിശ്വാസമില്ലടാ. നിങ്ങളന്ന് നോൺ കഴിച്ചപ്പോ എനിക്ക് വെജിറ്റേറിയൻ. അതിനുവേണ്ടി പകരം ചോദിക്കാൻ വന്നതാ? അല്ലടി, ഈ ജോലിയിൽ ചേർന്ന് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് പ്ലാൻ ചെയ്ത് അടി വന്നത്. നിങ്ങൾക്കാരാ ജോലി തരുന്നേ? നിങ്ങൾക്കാരാണോ തരുന്നത് അവര് തന്നെ എനിക്കും തരും. ഞങ്ങൾ രണ്ടുപേരും യങ്സ്റ്റേഴ്സാ. ആ ഞാനും യങ് തന്നെയാ. അത് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഗെറ്റപ്പിൽ വന്നത്. നിങ്ങളുടെ ഈ കോലം കണ്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കാം. അതൊന്നും കളിയാക്കലല്ലടാ, കോംപ്ലിമെന്റാ. അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നേ? കല്യാണം കഴിക്കാത്തവർക്ക് ഇവിടെ ജോബ്. ആ അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാ വന്നത്. ആ അപ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് കള്ളം പറയാൻ പോവാണോ? ഞങ്ങൾക്ക് കല്യാണം ആയ കാര്യം മറച്ചു വെച്ചിരിക്കുക. സത്യം പുറത്തറിയുമ്പോ ഇളയമ്മ പോയി പറയുമായിരിക്കും. ഒന്നുകളെ നിങ്ങളെ ഞാൻ. നോ വയലൻസ്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക്, എന്റെ ജോലി എനിക്ക്. നമ്മൾ 3 പേർക്കും പരസ്പരം ഒരു ബന്ധവും ഇല്ല. നമ്മൾ തമ്മിൽ ആരാണെന്ന് ആരും അറിയരുത്. ഡീൽ ഓക്കെ അല്ലേ? ഓക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് അത്യാഗ്രഹം കൂടുതലാ. അത് നിനക്കില്ലെന്നാണോ? ഞങ്ങളുടേത് ആഗ്രഹം മാത്ര, നിങ്ങളുടേത് അത്യാഗ്രഹമാ. റിട്ടയർ ചെയ്യേണ്ട പ്രായത്തിൽ ജോലി തേടി വന്നിരിക്കുന്നു. മനസ്സിന് പ്രായം ബാധിക്കില്ലടാ. അതിന് റിട്ടയർമെന്റ് പോലും ഇല്ല. ശരി ശരി, ആർക്ക് ജോലി കിട്ടുമെന്ന് നോക്കാം.
ഉറപ്പായി എനിക്ക് തന്നെ ജോലി കിട്ടും. അതെനിക്ക് തന്നെ കിട്ടണം. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ. അതിന് അത്ഭുതം നടക്കണം. നോക്കി ദഹിപ്പിക്കാതെ നടക്കങ്ങോട്ട്. അവരിപ്പോ വിളിക്കും. ചെല്ലങ്ങോട്ട്. ഏടൻ എത്തിയോ? ഇത്രയും നേരം എവിടെ പോയിരുന്നു? എന്തായിട്ടാ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല വസുന്ധര. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇറങ്ങിപ്പോയി. ഏട്ടൻ എന്താ പറ്റിയത്? എന്തൊക്കെയായി കാണിക്കുന്നേ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല വസുന്ധര. നമ്മുടെ തട്ടുകടയില്ല. എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ജോലി കിട്ടുമെന്ന് ശ്രമിച്ചു നോക്കി, എന്നാൽ അതും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മളിൽ ഒരുപാട് വിശ്വസിച്ച് ഏട്ടൻ, ഏട്ടത്തി, ഇളയമ്മ, അഖിൽ, കാർത്തിക എല്ലാവരും തിരിച്ചു വന്നിരിക്കുക. അവർക്ക് ഒരു കുറവും വരാൻ നമ്മൾ നോക്കണം. കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല. എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വരും. സഹോദരങ്ങൾ വീണ്ടും പിരിയേണ്ടി വരും. എന്റെയും പേടി അത് തന്നെയാ ഏട്ടാ. വീട്ടിലെ പാചകത്തിനായി അരി പോലും ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാന്ന് ആലോചിച്ച് ടെൻഷനാവുക. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരെ പട്ടിണിക്കിടേണ്ടി വരുമെന്ന് ഓർത്ത് നല്ല വിഷമമുണ്ട് ഏട്ടാ. സോറി വസുന്ധര, ഞാൻ കാരണം താൻ ഒരുപാട് ബുദ്ധിമുട്ടുകയാ. എന്തിനേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കെന്ത് ബുദ്ധിമുട്ടാ ഉള്ളേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏട്ടൻ, ഏട്ടത്തി, കാർത്തിക, അഖിൽ, ഇളയമ്മ നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ കാരണം നിങ്ങളാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്ന് ഏട്ടന്റെ മാത്രം ആഗ്രഹമല്ലല്ലോ. എല്ലാരും ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നത് എന്റെയും കൂടി ആഗ്രഹമാണ്. അവര് പറയുന്നതൊക്കെ ഓർത്തിട്ടാണോ? ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അനുവും കീർത്തിയും ഉണ്ണിയും വെറുതെ വഴക്കിടില്ലേ? എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അവരും. ഏട്ടന് ഒന്നിനും കൊള്ളാത്ത ഒരാളൊന്നും അല്ല. ഏട്ടന് വിദ്യാഭ്യാസമുണ്ട്, അറിവും വിവരവും ഒക്കെ നല്ലതുപോലെ ഉണ്ട്. ഏട്ടൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു സമയത്ത് ഏട്ടൻ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടന്റെ മേലിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊന്നും ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല ഏട്ടാ. നമുക്കിനി നല്ല സമയം വരാനിരിക്കുന്നേ ഉള്ളൂ. അമ്മേ, അച്ഛാ, ദേ നോക്കച്ചാ, എന്റെ കിഡി ബാങ്കില് ആവശ്യത്തിന് പണം ഉണ്ടാവും. ഇപ്പൊ ഇത് എന്തിനാ ഉണ്ണി? ദിവസവും റൈസിനും പിന്നെ വെജിറ്റബിൾസിനും കാശിന്റെ ആവശ്യമുണ്ടല്ലോ. ഇത് നിന്റെ പോക്കറ്റ് മണിയല്ലേ ഉണ്ണി? അല്ല അച്ഛാ, ഇത് നമ്മുടെ കാശാ, നമ്മുടെ എല്ലാവരുടെയും കാശാ. സ്നാക്സ് വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഞാൻ നിനക്ക് തന്നപ്പോ പലവ്യഞ്ജനങ്ങൾ വാങ്ങിച്ചോന്ന് പറഞ്ഞ് നീ എനിക്ക് തിരിച്ചു തരുവാണോ? നീ വാങ്ങി കഴിക്കാതെ നമുക്ക് എന്തിനാ തരുന്നേ? എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയാമേ. എല്ലാവർക്കും വേണ്ടിയാ ഞാൻ തരുന്നത്. താങ്ക്സ് ഉണ്ണി. ഈ ചെറുപ്രായത്തിൽ തന്നെ നിനക്ക് വളരെ വലിയ മനസ്സാ ഉള്ളത്. താങ്ക് യു സോ മച്ച്. അയ്യോ അച്ഛാ, ഇത് അച്ഛൻ തന്ന പണം തന്നെയല്ലേ, എനിക്കെന്തിനാ താങ്ക്സ്? അച്ഛൻ സന്തോഷമായിട്ടിരുന്നാ മതി, അപ്പോഴേ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ. ഒരുപാട് നന്ദിയുണ്ട് ഉണ്ണി.
നിന്റെ പ്രായത്തിന് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ഓരോ നിമിഷവും നീ എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു ചെറിയ കാര്യമാണ് അമ്മേ. ഇതിലെന്താ ഇത്ര സർപ്രൈസ് ആയിട്ടുള്ളത്? സ്വാർത്ഥതയില്ലാത്ത നിന്റെ നല്ല മനസ്സിന് ഇത് ശരിക്കും ചെറിയൊരു കാര്യമായിരിക്കും. പക്ഷെ സ്വാർത്ഥതയുള്ള ഈ ലോകത്ത് ഇത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്ക് മനസ്സിലായില്ല അച്ഛാ. ഈ ലോകത്തെല്ലാവരും കൈനീട്ടി വാങ്ങിക്കുമെന്നല്ലാതെ സഹായിക്കുന്ന നിന്നെപ്പോലെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. നീ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കണം. വാങ്ങുന്നതിനേക്കാളും വലിയ കാര്യമാണ് കൊടുക്കുന്നത്. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. വസുന്ധര, ഞാൻ പോയി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാം. ഇത്രയും നേരം പുറത്തു പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കല്ലേ, റെസ്റ്റ് എടുക്കേട്ടാ. അതെ അച്ഛാ, ഞാനും അമ്മയും കൂടി പോയി ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. വാ ഉണ്ണി, ഇന്ന് ചെറിയച്ഛനും ചെറിയമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. വാ അമ്മേ. എന്താ കുട്ടി, സർ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? നോ സർ. ഇതാ. താങ്ക് യു സർ. ഓക്കെ. നെക്സ്റ്റ്. മിസ് കാർത്തിക, ഓൾ ദി ബെസ്റ്റ്. ആദ്യം ഇവിടെ വിളിക്കുന്നോ? പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എക്സ്ക്യൂസ് മീ സർ. യെസ്, ടേക്ക് യുവർ സീറ്റ് മിസ് കാർത്തിക. താങ്ക് യു സർ. താങ്ക് യു സർ. ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ്. ആ, നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണണമെന്നില്ല. എക്സ്ക്യൂസ് മീ സർ. ഐ മീൻ, നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ വർക്ക്ഫുൾ കേപ്പബിൾ ആണെന്ന് തോന്നുന്നു. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സോ മച്ച് സർ. കീപ് ഇൻ ടച്ച്. സർ, നാളെ മുതൽ ഓഫീസിൽ വരണമെന്ന് പറയുക. ഓക്കെ സർ. താങ്ക് യു സർ. ഈ പച്ചക്കിളിയെ എത്രയും വേഗം എൻ്റെ കൂട്ടിലടയ്ക്കണം. അയ്യോ, ഇവക്ക് ജോലി കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടുമോ എന്തോ. നെക്സ്റ്റ്. രാകേഷ്. എന്നെ ഒന്ന് വിളിക്കൂ. മിസ്റ്റർ അഖിൽ. വരൂ. ഹലോ സർ. യെസ്, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഡാനിയ, അവരെവരൊക്കെ വിളിച്ചല്ലോ, എന്നെ വിളിക്കാത്തത് എന്താ? നിങ്ങളെ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം മാഡം. ആയിക്കോട്ടെ, പക്ഷെ അത് എപ്പോ? കുറച്ചു നേരം കൂടെ ഒന്ന് ക്ഷമിക്കൂ. ഈ എത്ര നേരം ക്ഷമിച്ചിരിക്കണം? സോ മിസ്റ്റർ അഖിൽ, നിങ്ങൾക്ക് ഈവൻറ്റ്സ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്? സംസ്കൃതി ഈവൻറ്റ്സ് എന്നൊരു കമ്പനി സ്വന്തമായിട്ട് എനിക്കുണ്ടായിരുന്നു സാർ. മൈ ബാഡ് ലക്ക്. ഇപ്പം അതൊന്നുമില്ല. ഓ, ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണല്ലേ? അതെ സർ. ഇതുപോലുള്ള ആൾക്കാരാണ് പട്ടിയെ പോലെ പണിയെടുക്കുന്നത്. വിശ്വസ്തതയുള്ള ജോലിയും ചെയ്യും.